ഇതിഹാസ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്ന കായിക വകുപ്പ് റിപ്പോർട്ടിൽ അന്വേഷണമുടൻ. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തേക്കും. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ പങ്കും അന്വേഷണ പരിധിയിൽ വരും. അതേസമയം സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധന ആരംഭിച്ചു. മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്ന ഗുരുതര കണ്ടെത്തലുകളാണ് കായിക വകുപ്പ് റിപ്പോർട്ടിലുള്ളത്. സ്വകാര്യ സ്പോൺസർക്ക് അനുകൂലമായ ചട്ടങ്ങൾ മറികടന്ന് തീരുമാനങ്ങൾ എടുത്തെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. അധികാര ദുർവിനിയോഗം നടത്തിയെന്നും സർക്കാരിനെ നിയമക്കുരുക്കിലാക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടായേക്കും. കരാറുമായി മുന്നോട്ടു പോകുന്നതിന് മുമ്പ് ധന നിയമ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്നതും അന്വേഷണ വിധേയമാകും. സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നതിന് ടെൻഡർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആരോപണവും പരിശോധിക്കും. മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള പദ്ധതിയിൽ മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ പങ്കും അന്വേഷണ പരിധിയിൽ വരും. സ്പോൺസർ തിരഞ്ഞെടുപ്പ് മുതൽ കരാർ നടപടികൾ വരെയുള്ള മുഴുവൻ ഇടപാടുകളും പരിശോധിച്ചേക്കും. സ്വകാര്യ കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗിച്ചോ എന്നതാകും അന്വേഷണത്തിലെ പ്രധാന ചോദ്യം. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.